ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ആജ്ഞ, ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ഒരു നിമിഷത്തിലുണ്ടായ പിഴവ്, അതായത് കുറ്റമല്ല, ഒരു ചെറിയ തെറ്റ്, ആ തെറ്റിന് മേൽ ഇതേ രീതിയിൽ അദ്ദേഹത്തോട് കാണിക്കുന്നത് അനീതിയാണ്. 1 വർഷത്തോളം ഇങ്ങനെ ജയിലിൽ ഇടേണ്ട സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ 14 ദിവസത്തോളമൊക്കെ ജയിലിലിടേണ്ട, റിമാൻഡ് ചെയ്യേണ്ട സാഹചര്യമുണ്ടോ എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. ഒരു നിമിഷത്തിൽ ചെയ്ത ഒരു വാക്കാലുള്ള ഒരു പരാമർശത്തിൽ എത്രയോ നാൾ ഹണി റോസും കുടുംബവും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ യുവതികൾ, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അധിക്ഷേപത്തിന് ഇരകളായ എത്രയോ യുവതികൾ ഇപ്പോഴും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ മറുപടി, കാരണം രാഹുൽ ഈശ്വരനെ പോലെ സാമൂഹിക പ്രവർത്തനം കൈമുതലാക്കിയിട്ടുള്ള ആളുകൾ പോലും ഇതിനെ ഒരു നിമിഷത്തെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പിഴയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് വലിയ ഒഫൻസ് ആണ് എന്നൊരു ബോധ്യമാണ് സമൂഹത്തിന് ഈ ഒരു കേസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിധി കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നതാണ്. സൂചിപ്പിച്ചതുപോലെ ഹണി റോസ് അല്ല, നിരവധി സ്ത്രീകൾ, അതുപോലെ പുരുഷന്മാരോട് സംസാരിക്കുമ്പോഴും ചെറിയ കുട്ടികളോട്, ഞാൻ ഉദ്ദേശിച്ചത് പ്രായത്തിൽ, അതായത് പ്രായപൂർത്തിയാകാത്തവരല്ലെങ്കിൽ പോലും ചെറിയ കുട്ടികളോ ആൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ പോലും ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളോടുകൂടി സംസാരിക്കുന്ന വീഡിയോകൾ ഈ കേസ് വന്ന ശേഷം എന്റെ തന്നെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, അല്ലെ എനിക്ക് തന്നെ ഷെയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ CP ജയകുമാർ സർ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഹണി റോസിന്റെ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പലരും നമ്മുടെ ഒരു മൊബൈൽ ഫോൺ വാച്ചിങ് അൽഗോരിതം അനുസരിച്ചുള്ള വീഡിയോകളാണല്ലോ നമുക്ക് സാധാരണയായി വരുന്നത്. അത്തരം വീഡിയോകളൊന്നും എനിക്ക് വന്നിരുന്നില്ല. അഡ്വക്കേറ്റ് CN പ്രകാശ്, ന്യൂസ് 8ന്റെ നിയമകാര്യ ലേഖകൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിലുള്ള ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിൽ ഒരു സാധാരണ പൗരൻ മാത്രമാണെന്ന് പറയുന്നു. എന്തൊക്കെയാണെന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന പൊതു തത്വമാണ് ഇവിടെ ഏറ്റവും പ്രത്യേകത. ഇത് ബോബി ചെമ്മണ്ണൂർ എന്താണ് അടിയന്തര പ്രാധാന്യമാണ് ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ കേൾക്കേണ്ടതിന് ഉള്ളത് എന്ന ചോദ്യം ആദ്യം തന്നെ ജസ്റ്റിസ് TV കുഞ്ഞികൃഷ്ണൻ ഉയർത്തി. ഇത് സാധാരണ എല്ലാ പൗരന്മാർക്കുമുള്ള പരിഗണന മാത്രമേ നൽകാൻ കഴിയൂ. ഒരു സ്പെഷ്യാലിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയും നൽകാൻ കഴിയില്ല. എന്ത് പ്രത്യേകതയാണ് ഇതിനുള്ളത് എന്ന് ചോദിച്ചു. സാധാരണ നടപടിക്രമം എന്ന് പറയുന്നത് ജാമ്യ ഹർജി വരുമ്പോൾ പോലീസിന്റെ വിശദീകരണം തേടുന്നതിന് വേണ്ടി ആ ഹർജി അയക്കുകയും 3 ദിവസത്തിന് ശേഷം ഹർജി വീണ്ടും പോലീസിന്റെ വിശദീകരണത്തോടു കൂടി തന്നെ പരിഗണിക്കുന്ന ഘട്ടമാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ 3 ദിവസത്തിന് ശേഷം പരിഗണിക്കാം എന്ന് പറയുന്നു. നാളെ ശനിയാഴ്ചയാണ് ഹൈക്കോടതി അവധിയാണ്, ഞായറാഴ്ചയും അവധിയാണ്, ചൊവ്വാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. തിങ്കളാഴ്ച പരിഗണിക്കണം എന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമപിള്ള ആവശ്യപ്പെട്ടെങ്കിലും അത് കഴിയില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചു. ചൊവ്വാഴ്ച തന്നെ ഇത് പരിഗണിക്കാം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ജാമ്യാപേക്ഷ വന്നാൽ 3 ദിവസത്തിനകം പോലീസിന്റെ മറുപടി നൽകാൻ സമയം നൽകാറുണ്ട്. ആ നടപടിക്രമം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സാധാരണയിൽ നിന്നും പോലീസിനോട് മറുപടി തേടുകയല്ലേ ചെയ്യാറുള്ളത് എന്നും ഹൈക്കോടതി ചോദിച്ചു. സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിൽ ഇല്ലെന്നും ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ ചില വീഴ്ചയുണ്ട് എന്ന വാദം അഭിഭാഷകരായിട്ടുള്ള രാമപിള്ള മുന്നോട്ട് വെച്ചു. കാരണം ഈ 164 എടുത്ത മജിസ്ട്രേറ്റിന്റെ മുന്നിൽ തന്നെ പ്രതിയെ പോലീസ് ഹാജരാക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്ത് പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത നടപടിക്രമം അത് തെറ്റാണ്, നിയമപരമായി തെറ്റാണ് എന്ന വാദമാണ് രാമപിള്ള ഉയർത്തിയത്. പക്ഷെ അതെല്ലാം ഇത് ജാമ്യാപേക്ഷ മാത്രമല്ലേ, FIR പോഷിംഗ് അല്ലല്ലോ എന്ന ആ നടപടിക്രമം അല്ലല്ലോ പരിശോധിക്കുന്നതെങ്കിലും നിങ്ങളുടെ വാദങ്ങൾ ചൊവ്വാഴ്ച വിശദമായി കേൾക്കാം എന്ന നിലപാട് കോടതി സ്വീകരിച്ചു. ഒരു പ്രധാനപ്പെട്ട കമന്റ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന ഒരു ചോദ്യം വാക്കാൽ ജസ്റ്റിസ് TV കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചു. ഇനി മുതൽ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമപിള്ള പറയുകയും ചെയ്തു. വ്യക്തമാണ്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിനില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ജാമ്യാപേക്ഷ വന്നാൽ 3 ദിവസം പോലീസിന് മറുപടി നൽകാൻ സമയം നൽകും. അതാണ് ഹൈക്കോടതിയുടെ നടപടിക്രമം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്.